പി.കെ. ശശിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച DMF പാലക്കാട് മണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കൾ CPIM-ൽ തിരിച്ചെത്തി. DMF പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് റാസിഖും മണ്ഡലം പ്രസിഡന്റ് സെലീന ബീവിയും ഇവർക്കൊപ്പമുള്ളവരുമാണ് DMF വിട്ടത്. ഒപ്പം പാലക്കാട് CPIM ഏരിയ കമ്മിറ്റി മുൻ അംഗം അബ്ദുൾ ഷുക്കൂറും തിരിച്ചുവന്നു. വലതുപക്ഷത്തേക്ക് ചേരാനുള്ള പി.കെ. ശശിയുടെ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് റാസിഖ് പറഞ്ഞു. കൂട്ടുവിനോ അത് വന്നിട്ടില്ല. ആദ്യം തന്നെ നിൽക്കണം. എന്നാൽ അതിന് ഭാഗമായിട്ട് ഇങ്ങനെ പോയി ചെറിയ പണക്കത്തിൻ്റെ പേരിൽ എന്താത് ചോദിക്കാൻ സാധിക്കില്ല. നമുക്ക് CPM വിട്ട ആൾക്കാർ രൂപീകരിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അവസാനം പോയത് വലതുപക്ഷത്തിലേക്കാണ്, CMP-യിലേക്കാണ്. വലതുപക്ഷം കമ്മ്യൂണിസ്റ്റിലേക്ക് പോകണം, വലതുപക്ഷത്തിൽ മൊത്തത്തിൽ പോകണം. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേർന്നത്. സച്ചിൻ, പി.കെ. ശശിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ആരൊക്കെയാണ് വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വന്നത്? അഞ്ജലി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി CPM-നെ നേരിട്ടതിന് പിന്നാലെയാണ് പാലക്കാടും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് CPM കടന്നത്. CPM-ന്റെ പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ അബ്ദുൾ ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ, പാലക്കാട് നഗരത്തിലെ പാർട്ടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് CPM-ന്റെ ലോക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സെലീന ബീവി, അതേപോലെ തന്നെ CPM നേതാക്കളായിട്ടുള്ള മുഹമ്മദ് റാസിഖ് അടക്കമുള്ള 17ഓളം പേര് DMF, പി.കെ. ശശിയുടെ നേതൃത്വത്തിലുള്ള DMF-ലേക്ക് ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ DMF CMB-യിലേക്ക് ലയിക്കുവാനുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ഇവരെല്ലാം തന്നെ 17 പേര് അടങ്ങുന്ന പാർട്ടി നേതാക്കളെല്ലാം തന്നെ CPM-ലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് പി.കെ. ശശിക്കും DMF-നും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും വലതുപക്ഷത്തേക്ക് ചേക്കാനുള്ള പി.കെ. ശശിയുടെ നിലപാടിനെതിരെയാണ് തങ്ങൾ നിലനിൽക്കുന്നത്. തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് തങ്ങൾ ഇപ്പോഴും പാർട്ടി പ്രവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPM-ലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് പ്രവർത്തകരെല്ലാം തന്നെ CPM-ലേക്ക് തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും DMF-നെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അഞ്ജലി, തീർച്ചയായും സച്ചിൻ, പി.കെ. ശശിക്ക് വലിയൊരു തിരിച്ചടിയാണ്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.